ഭൗതിക അഭൗതിക വിഷയങ്ങളിൽ സർവ്വതിലും അള്ളാഹുവിനോട് മാത്രമാണ് സൃഷ്ടാവെന്ന നിലക്ക് നമ്മൾ തേടുന്നത്. വഇയ്യാക നസ്തഈൻ. എന്തുകൊണ്ടാണ് ഭൗതികവും അഭൗതികവും നമ്മൾ അള്ളാഹിനോട് മാത്രം തേടാനുള്ള കാരണം? ഭൗതികമായോ അഭൗതികമായോ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു കഴിവുമില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമിയ. സർവ്വ കഴിവുകളുടെയും സർവാധികാരി അള്ളയാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ക്കുന്നവൻ അള്ളയാണ്. പിന്നെ നമ്മൾ അമ്പിയാക്കളോട് സഹായം തേടുന്നത്, ഔലിയാക്കളോട് സഹായം തേടുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടുമെന്ന നിലക്കാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാനുള്ള ഒരു നിമിത്തം, ഒരു ഇടപെടൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ സംസം വെള്ളത്തിൽ നിന്ന് നമ്മൾ രോഗശമനം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു ആ സംസമിൽ വെച്ചിട്ടുള്ള അള്ളാഹ് നൽകിയ കഴിവിന്റെയും പവറിന്റെയും അടിസ്ഥാനത്തിൽ എന്ന നിലക്കാണ്. പലചരക്ക് പീഡിയയിലും റേഷൻ കാർഡ് പീഡിയയിലും നമ്മൾ ഉപ്പിനും അരിക്കും ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവിടെ നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരുമെന്നർത്ഥത്തിലാണ്. സർവ്വ കഴിവിന്റെയും അധികാരി അള്ളയാണ്. ബാക്കി നമ്മൾ ബന്ധപ്പെടുന്നതെല്ലാം കേവലം നിമിത്തങ്ങളോ ഇടപെടലുകൾക്ക് വേണ്ടിയോ ആണ്. ഇതാണ് കറകളഞ്ഞ ഇസ്ലാമിന്റെ വിശ്വാസം, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ഭൗതിക കാര്യം മനുഷ്യന്റേതും അഭൗതികം അള്ളാഹുവിന്റേതും എന്ന് പറഞ്ഞ ഡിവൈഡ് അത് വഹാബികളുടെ നിർമ്മിത വിശ്വാസമാണ്. എല്ലാ കഴിവുകളും ഔലിയാക്കളിൽ നിക്ഷിപ്തമാണ്, അമ്പിയാക്കളിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അവിശ്വാസവും കുഫറുമാണ്. ഇത് രണ്ടും സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, നമ്മൾ ഇവിടെ അതാ അമ്പിയ ഔലിയാക്കളുടെ മൗലിദുകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ ശൈഖവറുകളെ, നിങ്ങൾ പ്രവേശിച്ച ഹിദായത്തിന്റെ വഴികളിൽ നീ അങ്ങ് ഞങ്ങളെയും ചേർത്തി തരണേ. വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള പവർ തന്നിട്ടുണ്ട്. ആ കഴിവിൽ നിന്ന് അങ്ങ് ഞങ്ങളെയും അതിലേക്ക് ചേർത്തി തരണമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹിദായത്തിന്റെ സബബായി ശൈഖ് അവറുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന നിലക്കാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞില്ലോ, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതേ നബിയെ, അങ്ങ് ആളുകളെ ഹിദായത്തിലാക്കുന്നവരാണ്. അതേ ഖുർആനിലുണ്ട്, ഇന്നക ലതഹ്ദീ മൻ അഹ്ബബ്ത. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഹിദായത്താക്കാൻ കഴിയൂല. അപ്പോൾ ഓരോ പ്രയോഗത്തിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. ഹബീബായ തങ്ങളെ ഹിദായത്ത് തരിക എന്ന് പറഞ്ഞാൽ ഹിദായത്തിന്റെ സ്വഭാവമാവുക. അതൊരു പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തോ അവരുടെ സംസാരങ്ങളോ അല്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ ഒരു നോട്ടമോ സ്പർശനമോ എന്തുമാവാം. ഹിദായത്തിന്റെ ഇടപെടലിന്റെ നിമിത്തമായി, ഹിദായത്ത് കിട്ടാനുള്ള ഇടപെടലായി നിമിത്തമായി ഹബീബായ തങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അതേ സമയത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായി അതിനൊന്നും കഴിവില്ല, അല്ലാഹു നൽകുന്ന കഴിവിലൂടെയല്ലാതെ. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. എന്നാൽ നോക്കുങ്ങളെ, ആടിനെ പട്ടിയാക്കുന്ന കലാപരിപാടി ഈ അടുത്ത ദിവസമാണ് മംഗലാപുരത്ത് ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി വന്നിട്ട് പറയണേ, പേരോട് ഉസ്താദ് ഏതായാലും അൽഹംദുലില്ലാ വല്ലാതെ മാറിപ്പോയി എന്നാണ്. എനിക്ക് വളരെ ദയനീയത തോന്നിയത് എന്താ അറിയാം? ഈ മനുഷ്യന് വഹാബീസമെങ്കിലും അറിയും, ഇസ്ലാം അറിയില്ലെങ്കിലും വഹാബീസം അറിയുമെന്നാണ് നമ്മൾ കരുതിയത്. ഇയാൾക്ക് വഹാബീസും അറിയില്ല, ഇസ്ലാമും അറിയില്ല എന്ന് മനസ്സിലാകും വിധമാണ് ആ മൗലവി ഇത്തരം വലിയ വിവരക്കേട് വിളിച്ചു പറയുന്നത്. അയാള് പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മൂപ്പർക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ. എന്റെ ഹുസൈൻ സലഫി, താങ്കളുടെ പ്രായം പരിഗണിച്ച് ഞാൻ ഈ പറയുന്നത് പൊതുജനങ്ങൾ കേൾക്കുമല്ലോ എന്ന് അവരെയും പരിഗണിച്ച് അത്യാവശ്യം മാക്സിമം ഒരു അറിയിക്കുന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? നിങ്ങൾ വിഡ്ഢിയാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? ഏതോ ജാഹിലുകളെ വിഷയദാരിദ്ര്യം അനുഭവിച്ച് വ്യക്തിവിരോധം തീർക്കാൻ വിഷയം കിട്ടാതെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് മുറിച്ച് തെരുവിൽ വന്ന് അലമുറയിടുമ്പോ അതൊക്കെ എച്ചില് പോലെ പെറുക്കിയെടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുമ്പോ കുറച്ചെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടേ ഹുസൈൻ സലഫി? നിങ്ങൾ പേരോട് ഉസ്താദിന്റെ വിശ്വാസമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ പഴയ വിശ്വാസമല്ല പുതിയ വിശ്വാസമാണ് എന്നൊക്കെ തട്ടിവിടുമ്പോ പഴയ വിശ്വാസം പേരോട് ഉസ്താദ്
ഉസ്താദിൻ്റെത് ഇന്നതായിരുന്നു എന്ന് കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഇടാനുള്ള മര്യാദ കാണിക്കണ്ടേ ഹുസൈൻ സലഫി? എന്നാൽ നിങ്ങളെ വിശ്വാസം മാറി എന്നത് 2 കോലത്തിലെ വിശ്വാസം കാണിച്ചിട്ടാണ് അള്ളാന്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ തെളിയിച്ചത്. ഇനിയും നിങ്ങളുടെ വിശ്വാസത്തിലെ മാറ്റം 2ഉം കേൾപ്പിച്ച് ഞാൻ തെളിയിക്കാൻ പോകാൻ. അതേ സമയത്ത് മൗലവി പറയട്ടെ, പേരോട് ഉസ്താദ് ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങളിൽ എന്നും പറയുന്ന സുന്നത്തിയമായിട്ട് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അമ്പിയാ ഔലിയാക്കളോട് നമ്മൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായൊരു കഴിവിൽ അവരൊന്നും നമുക്ക് എടുത്തു തരില്ല. അള്ളാഹു നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടുകയാണ് എന്ന സംസാരമാണ് എന്തോ ആനത്തല കിട്ടി എന്ന പോലെ മൗലവി എടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത്. എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ നബിയെ, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഒന്ന് പോസ് ചെയ്യാം. മൗലവി ഭയങ്കര സംഗതിയാക്കിയിട്ട് രണ്ടാമതൊക്കെ കേൾപ്പിച്ച് റിസ്ക് എടുക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാമത് കേൾപ്പിക്കുന്നത് പണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞ വിശ്വാസം എങ്ങനെയെന്ന് കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പാകണ്ടേ? ഒന്ന് പോസ് ചെയ്യണ്ടോ? ഒരൊറ്റ മിനിറ്റ്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. പേരോട് പറയണു. അതെ, പേരോട് ഉസ്താദ് അതപ്പോ പറഞ്ഞത് പുതിയത്. എന്നാ പിന്നെ അത് നിങ്ങൾക്ക് ഓക്കെയാണോ? അല്ല, അതിപ്പോ മുജാഹിദീങ്ങൾക്ക് ഓക്കെയാണോ? ഇയാള് വലിയ അൽഹംദുലില്ലാ ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓക്കെയാണോ വഹാബികളെ? ഇനി പേരോട് ഉസ്താദ് പണ്ടെന്താ പറഞ്ഞിനിയത് എന്നൊരു ക്ലിപ്പും കൂടി ഇയാൾ കേൾപ്പിക്കണ്ടേ? എന്നാൽ ഹുസൈൻ സലഫി, താങ്കൾക്കൊരു പക്ഷേ അരണയുടെ അന്തമാകാം, നാദാപുരം കണ്ണനൊക്കെ താങ്കൾ മറന്നിരിക്കാം. എന്നാൽ അന്നും പേരോട് ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ചത് ഇതേ ആശയമാണ്. മഹാനായ പേരോട് ഉസ്താദ് അന്ന് പറഞ്ഞു നോക്കുങ്ങളെ, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, അള്ള സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് ഏതർത്ഥത്തിലാ? ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു മുഅ്തി. അള്ളാഹുവാണ് എല്ലാം തരുന്നവൻ, അതിന്റെ കഴിവ് അവിടെയാണ്. ഞാൻ ആരാണ്? സപ്ലയർ മാത്രാണ്. ഇതല്ലേ മൗലവി നിങ്ങൾക്ക് നാദാപുരത്തൊന്നും പേരോട് ഉസ്താദ് പഠിപ്പിക്കുന്നത്? അതൊന്ന് കേട്ടു. ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ, രോഗം മാറണോന്ന് അള്ളാഹിനോടൊന്ന് പറയണേ. അതാണ് ഇടപെടണം എന്ന് പേരോട് ഉസ്താദ് ഇപ്പൊ പറഞ്ഞത്. അന്ന് ഈ പറഞ്ഞത് തന്നെയാണ് ഇന്നും പറഞ്ഞത്, ഇടപെടണം. അപ്പോ അതാണ് അള്ള കൊടുക്കുന്നവന് ഞാൻ വിതരണം ചെയ്യുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള്, അള്ള കൊടുക്കുന്ന ആള്. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക്, വിതരണക്കാരി എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത്. അതാണ് മൗലവി. സപ്ലയർ അതാണ് ഇടപെടൽ, വിതരണക്കാരൻ അതാണ് ഇടപെടൽകാരൻ. നൽകുന്നത് ആരാണ്? കേന്ദ്രം അല്ലാഹുവാണ്. ഇതല്ലേ നാദാപുരത്ത് പേരോട് ഉസ്താദ് പറഞ്ഞത്? ഈ പറഞ്ഞതിനും അപ്പറഞ്ഞതിനും വിരുദ്ധമായി പേരോട് ഉസ്താദ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ മാറിയ വിശ്വാസമേതേ? അതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഏതെങ്കിലൊക്കെ വ്യാജന്മാര് വന്ന് വിഷയദാരിദ്ര്യം അനുഭവിക്കുമ്പോ, വ്യക്തിവിരോധം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് അലമുറടുമ്പോ, മുജാഹിദ് എന്താണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതൊക്കെ പെറുക്കി വന്ന് പേരോട് ഉസ്താദിനെതിരെ ചളിവേറി എറിയാൻ? ഇനി മൗലവി രണ്ടാമതും കൂടി ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കുന്നുണ്ട്. ഒന്നും കൂടെ വാചകം വെക്ക്. ഒന്നും കൂടിയാണ് വെച്ചപ്പോ എന്താ ഉണ്ടാകുക? ഒരു ചുക്കുണ്ടാവൂല. റസൂലിനോട് അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന എന്താണ്? അതാണ് നാദാപുരത്ത് പറഞ്ഞത്. ഇന്നമാന ഖാസിം വല്ലാഹു മുഅ്തി. ഞാൻ സപ്ലയറാണ്, ഇടപെടൽകാരനാണ്. ഞാൻ വിതരണക്കാരനാണ്, അതാണ് ഇടപെടൽകാരനാന്ന് പറഞ്ഞത്. അതന്നെയാ ഇപ്പോഴും പറഞ്ഞത്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ലേ. അന്നൽ ഖുവ്വത ലില്ലാഹി ജമിയാ. നിർവഹിക്കേണ്ടവൻ അല്ലാഹുവാണ്. അതാണ് ഇതന്നെ പേരോട് ഉസ്താദ് നാദാപുരത്ത് നിങ്ങളെ പഠിപ്പിച്ചതും. അല്ലാതെ എന്താ ഇതിന് വിരുദ്ധമായി പഠിപ്പിച്ചത്? ആ ക്ലിപ്പ് കേൾപ്പിക്കൂ സലഫി. അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. അതൊക്കെ ഒരു ഒന്നൊന്നര വിശദീകരണ. നാദാപുരത്ത് നിങ്ങളെയൊക്കെ ഏത്തടിച്ച വിശദീകരണം. ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അല്ലയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണോ? എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. ഇതൊരു പുതിയ കാര്യം എന്നാ പറയണത്. ഇത് പഴയ തന്നെ നാദാപുരത്ത് പേരോട് ഉസ്താദ് വീണ്ടും പറയാണ്.
അള്ളാഹുവിനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥോ? മനുഷ്യർക്ക് സ്വന്തമായ കഴിവില്ല, അമ്പിയാ ഔലിയാക്കൾക്ക് ആർക്കുമില്ല, അവരുടെ ഇടപെടൽ തന്നെയാണ്. ഓ മൗലവി, രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ? അതാണ്, അള്ളാഹ്ക്കേ രോഗം സുഖപ്പെടുത്താൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ ഭക്ഷണം തരാൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ വെള്ളം തരാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പിന്നെന്താ? ഇടപെടൽക്കാരാണ്. ഇന്നമാ അന ഖാസിം വല്ലാഹു മുഅ്തി എന്ന് നാദാപുരത്തുനിന്ന് പഠിപ്പിച്ചത് അതാണ്. അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ? അതാണ്. അതിനാണ് മലയാളത്തിൽ മറ്റൊരു രീതി പറയാ, ഇടപെടൽ നടത്തണം. മനസ്സിലായോ? ഇടപെടൽ നടത്തണം. ആ ഒരു ലഫ്ള് മാറി എന്നല്ലാതെ ആശയം മാറിയോ? അതിന്റെ മാൻ എന്താണ്? മടവൂർ ശൈഖേ എന്റെ രോഗം മാറാൻ ദ്വാരക്കണേ എന്നല്ലേ? സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, ഇപ്പോഴേ കാഫിറാവോ? അള്ളയാണ് സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ? ഞാൻ എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഹുസൈൻ സലഫി പഠിച്ചിട്ടുണ്ട്. ഇനി അത് ഓക്കെ ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. നാദാപുരത്തുനിന്ന് ഉസ്താദാ പറഞ്ഞു കൊടുത്തതൊക്കെ ഇതായിരുന്നു എന്നുള്ള വെളിവും വെള്ളിയാഴ്ച ഇപ്പൊ ഹുസൈൻ സലഫിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മൂപ്പർക്ക് അത് ഓക്കെ ആണോ നെഹിയാണോ എന്നുള്ളത് മാത്രം മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. എന്താ മൗലവി ഇപ്പൊ പേരോട് ഉസ്താദ് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി വിയോജിപ്പുള്ള കാര്യം? ഒന്നിരിക്കെ എന്താ ഈ പറഞ്ഞതിൽ വിയോജിപ്പുള്ളത്? അതുപോലെ നേരത്തെ പേരോട് ഉസ്താദ് ഇതിന് എതിരായി പറഞ്ഞ ആശയം എന്തായിരുന്നു? ഇനി മൂപ്പര് പറയാണ്, പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കഴിവുമില്ലാത്ത, വീട് പണിക്കറിയാത്ത, കല്ലുണ്ടാക്കാൻ അറിയാത്ത, ആശാരിപ്പണി അറിയാത്ത ഒരു ബാപ്പാനോട് ചെന്ന് മകൻ പറഞ്ഞു എനിക്കൊരു വീടുണ്ടാക്കി തരണം. അതിന്റെ അർത്ഥം എന്താണ്? ബാപ്പാക്കൊരു കഴിവ് അവിടെ അല്ല, പിന്നെന്ത് ചെയ്യണം? വീടുണ്ടാക്കി തരാനുള്ള ഇടപെടൽ നടത്തണം എന്ന് അതിന്റെ അർത്ഥോ? ഓ, അപ്പൊ ഹുസൈൻ സലഫി കണ്ണുറ്റിട്ട് ആളെ പൊട്ടീസാക്കാണ്. കണ്ടോ, ബാപ്പാനെ പോലെ ഒരു കഴിവില്ലാത്ത ആ പോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരിങ്ങനെ ഉരുട്ടുന്നുണ്ട്. ഇനി ബാപ്പന്റെ ഉദാഹരണം പറയുന്ന കേട്ടോളി. അവശനായി കിടക്കുന്ന ബാപ്പാനോട് ചോദിക്കും പോലെ കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ അതാണ്. അതുപോലെ ഒരു കഴിവും ഒരു അമ്പിയാവിനില്ല, ഔലിയാക്കില്ല, എഞ്ചിനീയർക്കില്ല, ഡോക്ടർക്കില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീആ, സർവ കഴിവുകളുടെയും സർവാധികാരി അല്ലാഹയാണ്. പിന്നെ എഞ്ചിനീയർ ആരാണ്? ഇടപെടൽകാരനാണ്. ഡോക്ടർ ആരാണ്? ഇടപെടൽകാരനാണ്. അമ്പിയാക്കൾ ആരാണ്? ഇടപെടൽകാരാണ്. ഔലിയാക്കൾ ആരാണ്? ഇടപെടൽകാരാണ്. ഇതുപോലെ ആ വാചകം കേട്ടോ, ഇതുപോലെ ശ്രദ്ധിച്ചു. കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിൽക്കട്ടെ, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ കാര്യം വളരെ വ്യക്തമാണ്. അൽഹംദുലില്ലാഹ്. അതെ, മൂപ്പര് ഹംദ് പറഞ്ഞല്ലോ. ഇനി അത് ഓക്കെ ആണോ അല്ലേ എന്നും കൂടി പറഞ്ഞാൽ മതി. പേരോട് ഉസ്താദ് ഈ പറഞ്ഞത് വഹാബികൾക്ക് ഓക്കെയാണോ? ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് വിഷയത്തോടാണ് വഹാബികൾക്ക് വിയോജിപ്പുള്ളത്? ഒന്ന്. ഇനി പേരോട് ഉസ്താദ് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതല്ലേ എങ്കിൽ ഇതിന് വിരുദ്ധമായി പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ഒന്ന് പറയും മൗലവി. എന്നാൽ ഈ അടുത്ത ദിവസം പേരോട് ഉസ്താദ് ബാപ്പന്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫിക്ക് വേറൊരു ഉദാഹരണം പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? പേരോട് ഉസ്താദും എ പി ഉസ്താദും ചായ കുടിക്കാൻ പോയ കഥ ഇതുപോലെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം. അതാണ് ഉദാഹരണത്തിലെ കഥാപാത്രം മാറിയേക്കും, വിഷയം മാറിയിട്ടില്ല, ആശയം മാറിയിട്ടില്ല, അതിവിടെ മാറൂല. ഞാനും കാന്തപുരം ഉസ്താദ് കുടിക്കുന്ന പോയി മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെ. ഉസ്താദ് കുടിക്കുന്ന പോയി ഞാനപ്പോ എന്റെ ഉസ്താദിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ? അതിന്റെ അർത്ഥം എന്താ?
അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ, പറഞ്ഞ ചായ വേണോന്നാ അർത്ഥം. കാറ് ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ. അതാണ് പേരുണ്ടാക്കാൻ വാപ്പാക്ക് ആശാരിപ്പണി അറിയാത്തതുപോലെ ഈ കാർ ഡ്രൈവർക്ക് ചായപ്പീടിയിൽ ചായ വാർന്ന പരിചയമല്ല. സംഗതി അയാൾക്ക് അറിയണ പണി ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് അയാളോട് ചായ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചായ ഉള്ള ഹോട്ടലിന് മുന്നിൽ നിർത്തണം എന്നാണ്. മനസ്സിലായോ? ഉസ്താദ് ചോദിച്ചു, എന്താ അബ്ദുറഹ്മാനെ, ഉസ്താദ് ഒരു ചായ വേണോ? എന്താ അതിന്റെ അർത്ഥം? പൈസ ഉസ്താദ് കൊടുക്കണോ. അപ്പൊ അർത്ഥം മാറി. അതാണ് അർത്ഥം ഉസ്താദിന്റെ വകയെ കിട്ടണോന്നാ. തൗഹീദ് മാറിയിട്ടില്ല. ഈ വിഷയം ഓരോന്നിനനുസരിച്ച് സംഗതി മാറും. അങ്ങനെ ഹോട്ടലിൽ കേറുമ്പോ കേഷ്യർ എന്താണ് ഉസ്താദ്, ഞങ്ങൾക്ക് ഒരു ചായ വേണോ? എന്റെ അർത്ഥം എന്താ? കേഷ്യർ പൈസ കൊടുക്കണോന്നാ എന്നല്ല, കേഷ്യർ കാറ് നിർത്തണോന്നാ അല്ല. അവിടുത്തെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തന്നെ ഇരിക്കാന്. അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തിയപ്പോ സപ്ലയർ വന്നു. എന്താ വന്നു വെച്ച്, നല്ല 2 ചായ വേണോന്ന്. അതിന്റെ അർത്ഥം എന്താ? ചായ വേണോന്ന്. അതിന്റെ അർത്ഥം വേണോന്ന് പോയി പറയണോന്ന്. അല്ല, സപ്ലയർ ഉണ്ടാക്കൂല. ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ. അപ്പൊ അയാൾ പോയിട്ട് എന്ത് ചെയ്തു? അയാൾ മൗലവിമാർ പറയില്ല, അയാൾക്ക് ബുദ്ധിയുണ്ട്. അയാൾ ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ അയാൾ പറയുന്നില്ല, ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്കറിയാം ഇവിടെ ചായ വേണോന്ന് അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റ് ആളുകളോട് ഇടപെടണം എന്ന് പറയുക, അള്ളാഹു അല്ലാത്ത മറ്റാളുകളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സഹായം അർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം ഓരോ വിഷയത്തിലും അതിൻ്റെതായ അളവിലും അർത്ഥത്തിലും ഇടപെടണമെന്നാണ് എന്ന് നാദാപുരത്ത് നിന്ന് ഇപ്പഠിപ്പിച്ചതിനെതിരായി എന്താണ് മുജാഹിദ് മൗലവിമാരെ ഈ പേരോട് ഉസ്താദിന്റെ പുതിയ പ്രസംഗത്തിലുള്ളത്? പിന്നെ നാദാപുരത്ത് ഈ പ്രസംഗമൊക്കെ പേരോട് ഉസ്താദ് നടത്തിയപ്പോ മുമ്പിലിരുന്ന് തെക്ബീർ ചൊല്ലിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒയലിച്ചി പട്ടീന്റെ ശേഷം പേരോട് ഉസ്താദ് അപ്പറഞ്ഞതൊന്നല്ല ഇപ്പറയുന്നത് എന്ന് ഏതെങ്കിലും വിവരദോഷികൾ വന്ന് അങ്ങാടിയിൽ വിളിച്ചു കൂവിയാല്, ഹുസൈൻ സലഫി താങ്കൾക്ക് ഇസ്ലാം അറിയില്ലെങ്കിലും വഹാബീസെങ്കിലും അറിയുന്നല്ലേ ഞങ്ങൾ കരുതിയത്, താങ്കൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ? എന്നാൽ സഹോദരങ്ങള്, ഇവിടെ എവിടെയാണ് മാറ്റമുണ്ടായത്? വഹാബികളിലാണ് മാറ്റം ഉണ്ടായത്. അത് ഹുസൈൻ സലഫി പറഞ്ഞ മാതിരി കേവലം ബഡായി പറഞ്ഞു പോകല്ല. വഹാബികൾ പണ്ടെന്താ പറഞ്ഞത്, ഇപ്പെന്താ പറഞ്ഞത് എന്ന് സഹോദരന്മാരെ രണ്ടും കേൾപ്പിച്ചു കണ്ടാണ് ഞാൻ മാറ്റണ്ട് എന്ന് പറയുന്നത്. വഹാബികൾ ഈ ആയത്തിന് മുമ്പ് പറഞ്ഞ തൗഹീദ് ഏതാണ്? ദുആ ഏതാണ്? മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്താണ് പ്രാർത്ഥന തുടങ്ങേണ്ടത് എന്നാണ്. അതൊരു മുജാഹിദ് മൗലവി എന്നെ പറയാണ്. മെഡിക്കൽ കോളേജ് വരെ വാപ്പാനെ കൊണ്ടുപോയി, ധർമാശുപത്രി, ജില്ലാ ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ മേലക്ക് വിട്ടു. ഇനി മെഡിക്കൽ കോളേജിലെ ആശ്രയമുള്ളൂ. അവിടെ പരിശോധിച്ച് ഡോക്ടർമാർ കുറെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. പിന്നെ അവസാനം സൂചി കുത്താൻ സ്ഥലമില്ലാതെ ശരീരത്തിലായപ്പോ ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങൾ തൊട്ടടുത്ത് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. അതെന്തിനാ? മെഡിക്കൽ കോളേജ് കിട്ടാത്ത മരുന്ന് ധർമാശുപത്രി കിട്ടാനല്ല, പിന്നെ ബാപ്പാക്ക് ഇനി ഓക്സിജൻ കൊടുത്ത് കിടത്തിയാൽ മതി, അസ്രായേൽ വരുവോളം. അപ്പൊ ഒപ്പം നിൽക്കണ ആക്ക് കഞ്ഞുണ്ടായി കൊടുക്കാൻ എടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് നല്ലത് എന്ന് നിലക്കാൻ മൗലവി പറയണം. അങ്ങനെ ബാപ്പ കുഴിയിലേക്ക് കാല് നീട്ടുമ്പോഴാണ് ഡോക്ടർമാർ ഇനി ഞങ്ങളെ കൊണ്ട് കഴിയൂല എന്ന് പറയുമ്പോഴാണ് അള്ളാനോട് ദ്വാരക്കേണ്ടത്. ഇതാണ് വഹാബികളുടെ അന്നത്തെ തൗഹീദ്. അത് കേട്ടോളി. അറിയാലോ, ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മൾ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കയ്യുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവർ പറയും എന്ത്, ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. അപ്പൊ മനുഷ്യന്റെ കഴിവ് അവസാനിക്കുമ്പോഴാണ് വഹാബികൾ ദ്വാരക്കുക. എന്നാ അള്ള പറഞ്ഞതോ അന്നൽ ഖുവ്വത്തുലില്ലാഹി ജമീആ. ഏയ് കഴിവൊക്കെ അള്ളാക്ക. നിങ്ങൾ പാരസിറ്റാമോൾ കുടിക്കുമ്പോൾ തന്നെ ദ്വാരക്കണം കേട്ടോ. ജില്ലാ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ദ്വാരക്കണം കേട്ടോ. മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും ദ്വാരക്കണം. അവിടുന്ന് റഫർ ചെയ്ത് ധർമാശുപത്രിയിൽ എത്തോളം നിൽക്കരുത് കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. വഹാബികൾ പറഞ്ഞു, അല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കുമ്പോ അതുവരെ ഡോക്ടർമാരുടെ ഏർപ്പാടും കഴിവുമാണ്. ഇതായിരുന്നു വഹാബികളുടെ അന്നത്തെ തൗഹീദ്, പണ്ടത്തെ തൗഹീദ്. എന്നാൽ ഇപ്പോ അതേ മുജാഹിദുകളിൽ നിന്ന് ഈ ഹുസൈൻ സലഫിന്റെ മുജാഹിദീങ്ങൾ നേരെ
നേരെ ഉൾട്ട പറയാണ്. എന്താ ഹുസൈൻ സലഫി പറഞ്ഞത് അറിയോ? ദുന്യാവും നമ്മൾ ആരോടും ചോദിക്കാൻ പാടില്ല, ആഖിറം ചോദിക്കാൻ പാടില്ല. മനുഷ്യന്റെ കഴിവുപ്പെട്ടതും അള്ളാനോടെ ചോദിക്കാൻ പാടുള്ളൂ, അല്ലാത്തതും അള്ളാനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഹുസൈൻ സലഫിന്റെ ഗ്രൂപ്പ് പറയാൻ. എന്താ പറയാൻ കാരണം എന്നറിയങ്ങള്? മുജാഹിദീങ്ങളിൽ നിന്ന് സുന്നിയാളോട് ഖണ്ഡനത്തിനും വാദപ്രതിവാദത്തിനും വന്നിരുന്ന മുജാഹിദുകൾക്കാണ് ഈ ജിന്നു മുജാഹിദ് എന്ന് പറയാ. അപ്പൊ നമ്മളോട് ഈ സംവാദത്തിനൊക്കെ വെന്നീന്റെ ഒരു മെച്ചം ചൂരുമാണൊക്കെ വഹാബികളൊക്കെ ഇങ്ങനെ കിട്ടിയും കൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടില്ലെങ്കിലും മാറ്റം ഇവിടെയാണ്. യഥാർത്ഥത്തിൽ മുജാഹിദീങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏത് വിഷയത്തിലും പടച്ചറബിനോടല്ലാത്ത തേട്ടമില്ല. അങ്ങനെയല്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് ബാപ്പാന ഡോക്ടർ മടക്കോളം ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു റോളില്ല. അവിടെ നിങ്ങളെ ദൈവം ഡോക്ടർ തന്നെയാണ്. അവിടുന്ന് മടക്കുമ്പോഴാണ് ദുആ എന്നാണ് നിങ്ങളെ പണ്ടത്തെ തൗഹീദ്. എന്തായോ മനുഷ്യ കഴിവിന്റെ അപ്പുറമുള്ള അല്ലാണ്ട് മാത്രം എന്താ? മർക്കസുദ്ദേവല്ല, സകല മുജാഹിദീങ്ങളും ഒരു കാലത്ത് അങ്ങനെയാ പറഞ്ഞിനെ. അതിനെതിരാ പേരോട് ഉസ്താദ് ഖണ്ഡനം നടത്തിയത്. അതിനെതിരാണ് ചെറിയ പി ഉസ്താദ് ഖണ്ഡനം നടത്തിയത്. ഇപ്പോ അന്ന് ഞങ്ങൾ പഠിപ്പിച്ച ആശയപ്പങ്ങൾ പറയുന്നുണ്ട്. ചോദിക്കണം. അതിപ്പോ തുടങ്ങിയതാണ്. പണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കോളം ദൈവത്തോടുള്ള പരിപാടി ഇല്ല. അവിടെ അബദ്ധം പറ്റിയത് അനിമതിന് പറഞ്ഞെന്താ? എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമായത് അല്ലാഹുവിനെ മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ്. ഇത് അലിമദനി മാത്രം പറഞ്ഞല്ല, സകല മദനിമാരും മൗലവിമാരും ഒരു കാലത്ത് അങ്ങാടിയിലൂടെ വിളിച്ചു പറഞ്ഞ വിവരക്കേടാണ്. അതാണ് ബാലുശ്ശേരിയുടെ ആ ക്ലിപ്പിലുള്ളത്. അതിൽ നിന്ന് ഞങ്ങളെ വാദപ്രതിവാദം ഖണ്ഡനം കൊണ്ട് പേരോട് ഉസ്താദിനെ പോലുള്ളവരുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ മാറി ഹുസൈൻ സലഫി. ഇങ്ങനെയാണ് മാറിയത് പറയേണ്ടത്. പഴയത് എങ്ങനെയായിരുന്നു, പുതിയത് എങ്ങനെയായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ആരെങ്കിലും എവിടെയെങ്കിലും ഛർദിച്ചാല് അച്ചലേക്ക് കൊണ്ടുവന്ന് കണ്ടോ പേരോട് മാറി ഇതുപോലെ പടിയും വന്ന് ഛർദിക്കരുത്. അങ്ങനെയാണ് പറയേണ്ടത്. അല്ല അലിമദിന്റെ ഇവിടെ പരപ്പനങ്ങാടി കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നത് എന്താ അർത്ഥം? മനുഷ്യ കഴിവിന് അപ്പുറമുള്ളതൊക്കെ അള്ളാഹിനോട് മാത്രം. തഫ്സീറൊക്കെ പരിശോധിച്ചാലോ എല്ലാം അള്ളാഹിനോട് മാത്രം എന്നാണ്. മനുഷ്യ കഴിവിന് ഇപ്പുറത്തുള്ള അല്ല വേണ്ടേ, അതിനല്ല വേണ്ടേ, എല്ലാത്തിനും പഠിച്ചോമാണ് പറയട്ടെ. മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് പടച്ചറബിനോട് മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞ തെറ്റായ ആ ഒരു ആശയം. അതാണ്. ആ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ മൗലവി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് ബാപ്പാനം മടക്കുമ്പോഴാ അള്ളാഹിനോട് ദ്വാരക്കേണ്ടത്. അത് അദ്ദേഹം പ്രസംഗിച്ച ഭാഗം കേൾക്കാം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക അതല്ല ശരി, അതല്ല വസ്തുത. ശ്രദ്ധിക്കാം നമുക്ക്. മനുഷ്യ കഴിവിന്റെ അപ്പുറത്ത് നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് റബ്ബിനോട് മാത്രമേ സഹായം തേടുള്ളൂ. അതാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കഴിവ് അവസാനിച്ചു. ഇനി സൂചി കുത്താൻ നരമ്പ് കിട്ടാല്ല, ഇനി ഗ്ലൂക്കോസ് കയറ്റാൻ എവിടെ നരമ്പ് ബാക്കിയില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇനിയൊന്നും കഴിയൂല എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ദ്വാരക്കേണ്ടത് എന്നുള്ള വിവരക്കേട് ബാലുശ്ശേരിയാ പറഞ്ഞത്. ഒരു കാലത്ത് എല്ലാ മുജാഹിദും പറഞ്ഞ തൗഹീദ് ഇതാണ്. ഇപ്പോ പേരോട് ഉസ്താദിനെ പോലുള്ളവരുടെ ഖണ്ഡനം കൊണ്ട്, നാദാപുരം ഖണ്ഡനം കൊണ്ട് വഹാബികളാണ് മാറിയത്. കണ്ടോ, മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് റബ്ബിനോട് മാത്രമേ തേടുള്ളൂ. അല്ല കൂട്ടരെ, മനുഷ്യന്റെ ഏത് കഴിവ് ഉപയോഗിക്കുമ്പോഴും അവിടൊക്കെ റബ്ബിനോട് തേട്ടമുണ്ട്. അതാണ്. ഇത് ഞങ്ങൾ പഠിപ്പിച്ചെന്നതാണ്, നിങ്ങൾ മാറിയതാണ്. എന്നാൽ അപ്പുറത്ത് നിങ്ങളിലേക്കൊന്നും മാറിയിട്ടില്ല എന്നത് വസ്തുതാപരമായ തെളിയിക്കുന്നത്. ഇനി മൗലവി ഇപ്പൊ എന്താ പറഞ്ഞത് അറിയോ? ഒരു കാര്യവും അള്ളാനോടല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇതേ മൗലവിക്ക് ഒരു കാലത്തുള്ള വിശ്വാസം ഇതല്ല. പാരസിറ്റാമോള് അള്ളാനോട് ചോദിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ്. അള്ളാഹുവേ എനിക്കൊരു പാരസിറ്റാമോള് വേണമെന്ന് ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. കാരണം എന്താ? അത് ദുന്യാവിന്റെ വിഷയമാണ്, അത് ഡോക്ടറുടെ കഴിവുപ്പെട്ടതാണ്. അത് നമ്മൾ ധർമാസുത്രിയിലേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള വിവരക്കേടായിരുന്നു ഇതേ മൗലവിക്കുണ്ടായിനി. പഠിച്ചോനെ എനിക്കൊരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? പറ്റൂതല്ലോ. ആ കാഫിറാവും അള്ളാനെ പരിഹസിക്കണം. കണ്ടങ്ങള് അള്ളാനോടാണ് എല്ലാം ചോദിക്കേണ്ടത് എന്ന് ഇപ്പൊ പറയണ മൗലവി. ദുന്യാവും അള്ളാനോടാ ചോദിക്കേണ്ടത്, ആഖിറം അള്ളാനോടാ ചോദിക്കേണ്ടത് എന്ന് പറയണ ഇമ്മൗലവി നേരത്തെ പറഞ്ഞത് പാരസിറ്റാമോള് അള്ളാനോട് ചോദിക്കാൻ പാടില്ല, കാഫിറാവുന്നാണ്. എന്നാൽ അന്നും പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്? അള്ളാഹുവേ എനിക്കൊരു ചായ വേണം എന്നൊരാൾ പറഞ്ഞാൽ അതുകൊണ്ട് കാഫിറാവുന്നാണോ? അല്ല. അതിന്റെ അർത്ഥം എന്താണ്?
ചായ കിട്ടാനുള്ള വഴികൾ ഉണ്ടാകണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം, അതിനുള്ള കഴിവ് വേണ്ടിടത്ത് അള്ളാഹു നൽകണം എന്നാണ് ആ ചായ വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പേരോട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ ഇങ്ങനെ പോയിക്കൊടുക്കും, അള്ളാഹുവേ നല്ലൊരു ചായ വേണേന്ന്. അതാണ്. ഇനി ഒരു പാരസെറ്റാമോൾ വേണേന്നായാലും കുഴപ്പമില്ല. അർത്ഥം എന്നാ? അല്ല കാറ് നിർത്തണോന്നാ? അല്ല. അല്ല കേസ് കൊടുക്കണോന്നാ? അല്ല ഈ അടുക്കളയിൽ എടുത്തിട്ട് ചായ വേണോന്ന് പറയണോന്നാ? അല്ല ചായപ്പൊടിയും പഞ്ചായത്തൊക്കെ ചായ ഉണ്ടാക്കണോന്നാ? അതിന്റെ അർത്ഥം ഒന്നുമല്ല, എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേ. അതാണ്. അടച്ചോനെ എനിക്കൊരു പാരസെറ്റാമോൾ വേണമെന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് നമ്മൾ തേടുന്നത് ദുആആണ്. വഇയ്യാക നസ്തഈൻ. കഴിവിന്റെ പരമാധികാരി സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളാഹിനോടാണ് ദുനിയാവും ആഖിറവും നമ്മൾ തേടുന്നത്. എന്നാൽ അഭൗതികമായ വിഷയങ്ങളില് മാത്രമേ അള്ളാഹുവിനോട് തേടേണ്ടതുള്ളൂ എന്നൊരു കാലത്ത് പ്രസംഗിച്ച വഹാബികള് ഇപ്പൊ പ്രത്യക്ഷത്തിലെങ്കിലും പറയുന്നു, അല്ല ദുനിയാവും അള്ളാഹിനോടാ തേടേണ്ടത്. ഈ മാറ്റം ഞങ്ങളുടെ ഉസ്താദുമാരുടെ പ്രബോധനം കൊണ്ട് നിങ്ങൾക്കുണ്ടായി എന്നല്ലാതെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വന്നിട്ടില്ല. പേരോട് ഉസ്താദ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഇന്നതായിരുന്നു എന്ന് മെഡിക്കൽ കോളേജ് വിഷയം ഞാൻ നെട്ട് കേൾപ്പിച്ചതുപോലെ പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞതിനെതിരായ ക്ലിപ്പ് എവിടെ മൗലവിമാര്? അല്ല പേരോട് ഉസ്താദ് ഇപ്പൊ കുറച്ചൊക്കെ മാറി നന്നായിട്ടുണ്ടോ എങ്കിൽ ഇപ്പറഞ്ഞത് വഹാബികൾക്കൊക്കെയാണോ? ഇടപെടലുണ്ടാകണേ എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമോ? ഔലിയാക്കളെ വിളിക്കാൻ പറ്റുമോ? ഹുസൈൻ സലഫി അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞതല്ലേ. പറ്റില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പറയാൻ മാത്രം സ്വീകാര്യമായ എന്ത് ചേഞ്ചാണ്, എന്തിലാണ് പേരോട് ഉസ്താദിനുണ്ടായത് എന്നൊന്ന് വിശദീകരിക്കുമോ മൗലവി? ഇനി മുജാഹിദുകളിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഇപ്പം എന്ത് ചെയ്തു, അള്ളാനോടെ ദുന്യാവും ആഖിറവും ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തപ്പോ അതങ്ങ് കാട് കയറി. ഇപ്പൊ നോക്കിങ്ങള്, നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ തേടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടു തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജാറത്തിൽ പോകുന്നവരാണ്. എന്തുകൊണ്ടാണ്? അതൊന്നും അപ്പറഞ്ഞതിനെതിരല്ല. നമ്മൾ മഖാമുകളിൽ പോകുന്നത് എന്തിനാണ്? ഒന്ന്, മഹാന്മാര് മറവട്ട് കിടക്കുന്ന ബറക്കത്തുള്ള സ്ഥലത്ത് ദുആക്ക് ഇജാബത്തുള്ള റഹ്മത്തുണ്ടെന്ന നിലക്കാണ്. പിന്നെയോ നമ്മൾ ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് തേടുന്നത് എന്തിനാണ്? അത് അവരിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. കാര്യം നടത്തുന്നവൻ അല്ലാഹയാണ്. അതിനുള്ള കാരണം അമ്പിയാക്കളുടെ ഇടപെടലാവാ, ഔലിയാക്കളുടെ റെക്കമെൻഡ് ആവാ.